നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ 2019 മുഴുവനും പഠിക്കണം. കൂടാതെ 2020 ഒരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലെ പഠിക്കണം. അതായത് നമുക്ക് എക്സാം വരുന്നതിന് 3 മാസം മുന്നേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടത്. അപ്പം ഏകദേശം ഒരു ഓഗസ്റ്റോ സെപ്റ്റംബറോ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ആ ചോദ്യങ്ങൾ കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിൻ 2019 ജനുവരി മുതൽ പബ്ലിഷ് ചെയ്ത കറണ്ട് അഫയേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഈയിടെ അന്തരിച്ച പ്രശസ്ത ബംഗാളി ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഈയിടെ അന്തരിച്ച പ്രശസ്ത ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് മൃണാൾ സെൻ. അപ്പോൾ മൃണാൾ സെൻ ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചത് NS മാധവനാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഇപ്രാവശ്യം ലഭിച്ചത്, ഇത് 2019 ജനുവരിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം ലഭിച്ചത് 2019 കാര്യം, 2018 അവാർഡാണ് 2019 കൊടുക്കാറ്. അപ്പോൾ 2018 അവാർഡാണ് പറഞ്ഞേക്കുന്നത് NS മാധവൻ. അടുത്ത ചോദ്യം, മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത്. അപ്പോൾ ഇത് 2019 പബ്ലിഷ് ചെയ്തതായതുകൊണ്ട് അന്ന് സുധീർ ഭാർഗവയായിരുന്നു, ഇന്ന് ബിമൽ ജുൽക്കയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് തോട്ടത്തിൽ ബി രാധാകൃഷ്ണനാണ്. തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 11. വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 11. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട സിനിമയാണ് നീൽ ആകാശേർ നീച്ചെ. ഇതിപ്പോ പറയാൻ കാരണം എന്താ? കാരണം സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന സംഭവമല്ലേ. കാരണം ഇത് സംവിധാനം ചെയ്തത് മൃണാൾ സെൻ ആണ്. മൃണാൾ സെൻ ഈയിടെ അന്തരിച്ചു, ബംഗാളി ചലച്ചിത്ര സംവിധായകൻ. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട സിനിമയാണ് നീൽ ആകാശേർ നീച്ചെ. അടുത്ത ചോദ്യം, ഈയിടെ അന്തരിച്ച ആമോസ് ഓസ് എന്ന സാഹിത്യകാരൻ ഏത് രാജ്യക്കാരനാണ്? ഇസ്രായേൽ. ആമോസ് ഓസ് എന്ന സാഹിത്യകാരൻ ഇസ്രായേൽ രാജ്യക്കാരനാണ്. അടുത്ത ചോദ്യം, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 4ാം പ്രാവശ്യം അധികാരത്തിലെത്തിയത് ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 4ാമത്തെ തവണ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ എത്തി. ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ കക്ഷിയാണ് അവാമി ലീഗാണ് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ കക്ഷി. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്രം, 30 അടി വ്യാസം, അതായത് 30 അടി ഡയമീറ്റർ ഉള്ള അശോക ചക്രം എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്? ഹരിയാനയിലെ ടോപ്ര കലാം ഗ്രാമത്തിലാണ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്രം സ്ഥാപിക്കാൻ പോകുന്നത്. 30 അടി വ്യാസമാണ് ഉള്ളത്. ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായി ചുമതലയേറ്റത് ആര്? വിക്രം മിശ്രിയാണ് ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായി ചുമതലയേറ്റത്. ലോകസഭ പാസാക്കിയ സിറ്റിസൺഷിപ്പ് ബില്ല് പ്രകാരം രേഖകളിലില്ലാത്തവർക്ക് എത്ര വർഷം ഇന്ത്യയിൽ തുടർന്നാലാണ് പൗരത്വത്തിന് അർഹരാകുന്നത്? അവർ 7. മുമ്പ് 12 വർഷമായിരുന്നു, ഇപ്പോൾ 7 വർഷം ഇന്ത്യയിൽ തുടർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ എന്താകും? ഇന്ത്യൻ പൗരനാകും. ഡിജിറ്റൽ പേയ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് റിസർവ് ബാങ്ക് നിയോഗിച്ച 5-അംഗ സമിതിയുടെ തലവനാണ് നന്ദൻ നിലേക്കനി. ഡിജിറ്റൽ പേയ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് റിസർവ് ബാങ്ക് നിയോഗിച്ച 5-അംഗ സമിതിയുടെ തലവൻ ആരാണ്? നന്ദൻ നിലേക്കനിയാണ്. ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച പഞ്ചാബ് മുൻ പ്രതിപക്ഷ നേതാവ് സുഖ്പാൽ സിംഗ് ഖൈര പ്രഖ്യാപിച്ച പുതിയ
രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച പഞ്ചാബ് മുൻ പ്രതിപക്ഷ നേതാവായ സുഖ്പാൽ സിംഗ് ഖൈര പ്രഖ്യാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് പഞ്ചാബ് ഏക്താ പാർട്ടി. പഞ്ചാബ് ഏകത പാർട്ടി. CBI ഡയറക്ടർ പദവിയിൽ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വീണ്ടും അവരോധിക്കപ്പെട്ടത് അലോക് വർമ്മയാണ്. അപ്പോൾ CBI ഡയറക്ടർ ഇപ്പോൾ ആരാണ്? അലോക് വർമ്മ. IMFന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന പദവിയിൽ നിയമിതനായ ഇന്ത്യൻ വനിത ആരാണ്? ഗീതാ ഗോപിനാഥാണ് IMFന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതയായത്. ഗീതാ ഗോപിനാഥ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആവർത്തന പട്ടികയുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചത് ഏത് വർഷം? 2019. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആവർത്തന പട്ടികയുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചത് 2019 മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% തൊഴിൽ വിദ്യാഭ്യാസ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് എത്രാമത്തേതാണ്? 124. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് 124 മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% തൊഴിൽ വിദ്യാഭ്യാസ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 124 ഭേദഗതി ബില്ല്. അടുത്ത ചോദ്യം, രാജിവെച്ച ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് രാജിവെച്ച വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ജിം യോങ് കിങ്. 2022 വരെയായിരുന്നു കാലാവധി. 2017 5 വർഷത്തേക്ക് പുനർനിയമനം ലഭിച്ചിരുന്നു, പക്ഷെ രാജിവെച്ചു. ജിം യോങ് കിങ്. 51 ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധിക്കൊടുവിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തിയത് ആര്? റെനിൽ വിക്രമസിംഗെ. അപ്പോൾ 51 ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധിക്കൊടുവിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തിയത് റെനിൽ വിക്രമസിംഗെയാണ്. ഇൻസൈറ്റ് പര്യവേഷണ പേടകം ഇറങ്ങിയ ഗ്രഹം ഏതാണ്? ചൊവ്വ ഗ്രഹത്തിൽ ഇറങ്ങിയ പേടകമാണ് ഇൻസൈറ്റ്. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. തമിഴ്നാട് കേഡറിൽ 1980 ബാച്ച് IAS ഓഫീസറാണ് ശക്തികാന്ത ദാസ്. അപ്പോൾ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. രാജിവെച്ച കേന്ദ്ര മാനവ വികസന വകുപ്പ് സഹമന്ത്രിയാണ് ഉപേന്ദ്ര കുശ്വാഹയാണ് രാജിവെച്ച കേന്ദ്ര മാനവ വികസന വകുപ്പ് സഹമന്ത്രി. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ നിന്നും രാജിവെച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനാണ് സുർജിത് ഭല്ല. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ നിന്നും രാജിവെച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനാണ് സുർജിത് ഭല്ല. പോലീസ്, ആംബുലൻസ്, അഗ്നിരക്ഷാ സേന, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ, മുതിർന്ന പൗരന്മാർക്കുള്ള സഹായം തുടങ്ങി അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ടോൾ ഫ്രീ നമ്പറാണ് 112. ഈയിടെ അന്തരിച്ച പെരുന്തച്ചൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? അജയനാണ് ഈയിടെ അന്തരിച്ച പെരുന്തച്ചൻ എന്ന സിനിമയുടെ സംവിധായകൻ. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൻസൺ കീഴടക്കിയ ആദ്യത്തെ അംഗപരിമിതയായ വനിതയാണ് അരുണിമ സിൻഹ. വാർത്തകളിലൊക്കെ ഇടം നേടിയ വനിതയാണ് അരുണിമ സിൻഹ. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൻസൺ കീഴടക്കിയ ആദ്യത്തെ അംഗപരിമിതയായ വനിതയാണ് ആര്? അരുണിമ സിൻഹ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2018 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആര്? ഡോക്ടർ EV രാമകൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2018 ഓടക്കുഴൽ അവാർഡിന് അർഹനായത്. ഡോക്ടർ EV രാമകൃഷ്ണൻ. നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം ക്ഷേമാവതിയാണ്. 1.5 ലക്ഷം രൂപയും ഭരതമുനിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അപ്പോൾ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? കലാമണ്ഡലം ക്ഷേമാവതി. ഹരിവരാസന പുരസ്കാരത്തിന് ഇപ്രാവശ്യം അർഹയായത് ആര്? പി സുശീലയാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ഹരിവരാസനം പുരസ്കാരം പി സുശീല. ജഡായു സ്മൃതി പുരസ്കാരത്തിന് 1 ലക്ഷം രൂപ ഇപ്രാവശ്യം അർഹനായത് നെടുമുടി വേണുവാണ്. അപ്പോൾ ജഡായു സ്മൃതി പുരസ്കാരത്തിന് ഇപ്രാവശ്യം അർഹനായത് ആരാണ്? നെടുമുടി വേണു. എത്ര രൂപയാണ് പുരസ്കാര തുക? സമ്മാന തുക 1 ലക്ഷം രൂപ. സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി നിയമിതനായത് ആരാണ്? സുരേന്ദ്രകുമാറാണ് സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി നിയമിതനായത്. കഥകളി ആചാര്യൻ മടവൂർ വാസുദേവൻ നായരുടെ
പേരിലുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് കലാമണ്ഡലം ഗോപിയാണ്. കലാമണ്ഡലം ഗോപി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥാപിക്കപ്പെട്ടത് എവിടെ? 111.2 അടിയാണ് ഉയരം. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥാപിക്കപ്പെട്ടത്. എത്രയാണ് ഉയരം? 111.2 അടിയാണ് ഉയരം. ഇന്ത്യയിലെ ഏറ്റവും വാണിജ്യ മൂല്യമുള്ള സെലിബ്രിറ്റി ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വാണിജ്യ മൂല്യമുള്ള സെലിബ്രിറ്റി ആണ് വിരാട് കോഹ്ലി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. 10 ലക്ഷം ലൈക്കുകളോടെ വാർത്താ പ്രാധാന്യം നേടിയത് സംസ്ഥാനത്തെ ഏത് വകുപ്പിന്റെ വെബ്സൈറ്റ് ആണ്? 10 ലക്ഷം ലൈക്കുകളോടെ വാർത്താ പ്രാധാന്യം നേടിയത് സംസ്ഥാനത്തെ ഏത് വകുപ്പിന്റെ വെബ്സൈറ്റ് ആണ്? കേരള പോലീസിന്റെ വെബ്സൈറ്റ് ആണ്. കേരള പോലീസ്. ഇപ്രാവശ്യത്തെ രാജാ രവിവർമ്മ അവാർഡിന് അർഹനായത് ആര്? പി ഗോപിനാഥ്. പി ഗോപിനാഥ് ആണ് ഇപ്രാവശ്യത്തെ രാജാ രവിവർമ്മ അവാർഡിന് അർഹനായത്. 1.5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. സശസ്ത്ര സീമ ബെല്ലിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആര്? കുമാർ രാജേഷ് ചന്ദ്ര. നേപ്പാൾ ഭൂട്ടാൻ അതിർത്തികൾ സംരക്ഷിക്കുന്ന അർദ്ധസൈന്യ വിഭാഗമാണ് സശസ്ത്ര സീമ ബെൽ. ഇതിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് കുമാർ രാജേഷ് ചന്ദ്രയാണ്. അലോക് വർമ്മ പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് CBI ഡയറക്ടറായി നിയമിതനായത് ആര്? നാഗേശ്വർ റാവു. നാഗേശ്വർ റാവു ആണ് CBI ഡയറക്ടറായി നിയമിതനായത്. അലോക് വർമ്മ നേരത്തെ നമ്മൾ പറഞ്ഞു CBI ഡയറക്ടർ. അപ്പോൾ തുടക്കത്തിൽ CBI ഡയറക്ടറായി നിയമിതനായത് അലോക് വർമ്മയായിരുന്നു. അലോക് വർമ്മ പുറത്താക്കപ്പെട്ടു. അതിനെ തുടർന്ന് CBI ഡയറക്ടറായത് ആരാണ്? നാഗേശ്വർ റാവു ആണ്. KM ഷാജി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നടപടി അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഏത് മണ്ഡലത്തിലെ MLA ആണ് KM ഷാജി? അഴീക്കോട് മണ്ഡലം. അഴീക്കോട് മണ്ഡലത്തിലെ MLA ആണ് KM ഷാജി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് 2019 ഒരു ഫസ്റ്റ് പാർട്ട്, ജനുവരി മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്നുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്